നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് വളരെ അതിമനോഹരമായൊരു വീടാണ് ഈ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിനടുത്ത് കിഴക്കമ്പലത്താണ് ഈ വീടുള്ളത് കേട്ടോ. വളരെ നല്ലൊരു ഏരിയ ആണെന്ന് തന്നെ പറയാം. 6.5 സെൻറ്റിൽ നമുക്കൊരു 4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നുള്ള ഏരിയയാണ് ഫ്രണ്ട് സൈഡ് തന്നെ ഉള്ളത്. കാർ പോർച്ചിൽ നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാം. ഈ പോർഷൻസിൽ നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കൂടാതെ ഇവിടെയും 2 വാഹനങ്ങൾ വേണമെങ്കില്ല, ഒരു വാഹനം തീർച്ചയായിട്ടും ഇടാം. നമുക്ക് കിണർ വെള്ളം ലഭ്യമാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അറിയാം, എറണാകുളം ജില്ലയിൽ ഈ കിഴക്കമ്പലം ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. കിണർ വെള്ളം ലഭ്യമാവുന്ന ഏരിയയാണിത്. അവിടെ ഇതുണ്ടോ, കിണർ നമ്മുടെ മുൻവശത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിണർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുൻവശത്ത് തന്നെയാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെട്ടുകല്ലാണ്, അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. വെട്ടുകല്ലാണ്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീടാണ് കേട്ടോ. അത് നമ്മളിതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ആദ്യം സിറ്റ് ഔട്ട് കയറി ചെല്ലാം. സിറ്റ് ഔട്ട് കയറി ചെല്ലുമ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് എൻ്റെ ലീവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കൂ, കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിലൊരു TV സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു. ഇഷ്ടം പോലെ നമുക്കൊരു കോർണർ സെറ്റൊക്കെ ഇടാവുന്ന സ്ഥലം, വളരെ വലിയൊരു സ്പേസ് തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്കിപ്പോൾ സീലിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോയാൽ നോക്കൂ, ഡൈനിങ് സ്പേസ് അതും ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിട്ട്, വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ട്, ഡൈനിങ് സ്പേസൊക്കെ വളരെ വലിയ ഡൈനിങ് സ്പേസാണ്. അത് നോക്കൂ, അവിടെ ഒരു വാഷ് കൗണ്ടർ നമ്മളിവിടെ ഈ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ ഇവിടെയൊക്കെ നമ്മുടെ സീലിംഗ് ഭാഗത്തൊക്കെ നോക്കുക, വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. LED ലൈറ്റുകളുടെ ഒരു പ്രളയം തന്നെയാണെന്ന് പറയാം കിച്ചണിൽ. നോക്കൂ, LED ലൈറ്റുകളുടെ ഒരു പ്രളയം തന്നെയാണ് കിച്ചണിൽ. കിച്ചണിൽ നിന്ന് നോക്ക്, നമ്മൾ നേരെ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. എല്ലാ ബെഡ്റൂം വലിയ 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 ബെഡ്റൂമുകളാണ് എല്ലാം ഉള്ളത് കേട്ടോ. എല്ലാ ബെഡ്റൂമും തന്നെ നല്ല കബോർഡുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വാഷ് ബേസിൻ ബാത്റൂം ഉണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതിന് ഈ ബാത്റൂമിനകത്തൊരു കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോവാം. ഈ ബെഡ്റൂം ഉണ്ടോ, ഇതിൻ്റെ കബോർഡൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. കബോർഡിൻ്റെ സൈഡിലുള്ള വിൻഡോയിൽ നമ്മൾക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ് കേട്ടോ. നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം.
ഇതാണ് അപ്പർ ലിവിങ്. ഇവിടെ നമ്മൾക്ക് പറഞ്ഞാൽ ഇവിടെ 4 റൂമാണുള്ളത്. 3 ബെഡ്റൂമും 2 ബെഡ്റൂം, ഒരു യൂട്ടിലിറ്റി ഏരിയ, നമുക്ക് ജിമ്മൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. യൂട്ടിലിറ്റി ഏരിയ, ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെയറാണ് ഈ കാണുന്നത്. താഴത്തെ പോലെ തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം തിയേറ്റർ ആക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെയുള്ള ബെഡ്റൂമാണ് ഉണ്ടായത്. ആ ബെഡ്റൂമുകൾ 4 ബെഡ്റൂമുകളും ഏകദേശം ഒരേ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 ബെഡ്റൂം കൂടി, അതായത് 4 ബെഡ്റൂമുണ്ട്, കൂടാതെ 2 ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു ഹോം തിയേറ്റർ ആക്കാം, നമുക്ക് ജിമ്മ് കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി ഒരു റൂം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയുള്ള ഒരു വ്യൂ ആണിത്. മെയിൻ റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടുള്ളത് കേട്ടോ. മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ മാത്രമാണ് അകലമുള്ളൂ ഈ വീടിന്. നമുക്ക് ഈ ഓപ്പൺ ബാൽക്കണി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് നമുക്ക് ചുറ്റും കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഈ വീടിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ വേണ്ടി തീർച്ചയായിട്ടും വിളിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. എന്ന് സുനിൽ സൗവർണിക.